100 വർഷത്തോളം പള്ളി തകർന്നു തന്നെ കിടന്നു. പിന്നീട് 1887 ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അന്നത്തെ ബിഷപ്പ് ഡോക്ടർ ജോസ് ഗോമസ് പെരേരയുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ മനോഹരമായ പള്ളി പുനർനിർമ്മിച്ചത്. സാന്താക്രൂസ് ബസിലിക്കയുടെ ചരിത്രത്തിൽ പോർച്ചുഗീസുകാർക്ക് പുറമെ ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും നിർണായകമായ പങ്കുണ്ട്. പോർച്ചുഗീസ് കാലഘട്ടം 1505 പോർച്ചുഗീസുകാർ ഈ പള്ളി നിർമ്മിച്ചു. അക്കാലത്ത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായിരുന്നു ഇത്. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയപ്പോൾ അവർ ഫോർട്ട് കൊച്ചിയിലെ മിക്കവാറും എല്ലാ കത്തോലിക്ക പള്ളികളും നശിപ്പിച്ചു. എന്നാൽ സാന്താക്രൂസ് പള്ളി മാത്രം അവർ നശിപ്പിച്ചില്ല. പകരം അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു വെടിമരുന്ന് ശാലയായി ഈ പള്ളിയെ അവർ ഉപയോഗിച്ചു. ഡച്ചുകാരുടെ ഈ തീരുമാനം കാരണമാണ് പള്ളിയുടെ പഴയ ഘടന അക്കാലത്ത് നിലനിന്നിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റിൻ സ്ട്രീറ്റിലുള്ള വാസ്കോ ഹൗസിന് മുന്നിലാണ്. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ കടന്ന് ഇന്ത്യയിലെത്തിയ വാസ്കോഡ ഗാമ തൻ്റെ കൊച്ചിയിലെ താമസത്തിനായി തിരഞ്ഞെടുത്തത് ഈ വീടാണ്. പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഇന്നും ജീവിക്കുന്ന ഒരു അടയാളമാണിത്. യൂറോപ്യൻ ശൈലിയിലുള്ള നിർമ്മാണം. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ വീടിന് ശുദ്ധമായ യൂറോപ്യൻ ശൈലിയാണ് ഉള്ളത്. വെളുത്ത ചുവരുകളും വലിയ ജനാലുകളും തടിയിലുള്ള മനോഹരമായ ബാൽക്കണികളും ഈ വീടിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. അക്കാലത്തെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ പ്രൗഢി വിളിച്ചോതുന്നതാണ് ഇതിൻ്റെ ഓരോ കോണും. ഗാമയുടെ അന്ത്യദിനങ്ങൾ 1524 വാസ്കോഡ ഗാമ തൻ്റെ 3ാമത്തെയും അവസാനത്തെയും യാത്രയ്ക്കായി കൊച്ചിയിലെത്തിയപ്പോൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇവിടെ വച്ചാണ് അദ്ദേഹം രോഗബാധിതനാകുന്നതും പിന്നീട് മരണപ്പെടുന്നതും. ഈ വീടിൻ്റെ ജനാലകളിലൂടെ അദ്ദേഹം കൊച്ചിയിലെ കടൽക്കാറ്റ് ആസ്വദിച്ചിട്ടുണ്ടാകാം. ഇന്നത്തെ അവസ്ഥ, നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളില്ലാതെ ഈ വീട് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. നിലവിൽ ഇതൊരു ഹോം സ്റ്റേ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നാവികൻ താമസിച്ച അതേ വീട്ടിൽ ഇന്നും സഞ്ചാരികൾക്ക് താമസിക്കുവാൻ സാധിക്കും എന്നത് വലിയ ഒരു പ്രത്യേകതയാണ്. ഗാനഗന്ധർവന്റെ ഫോർട്ട് കൊച്ചിയിലെ വീട് ചരിത്രവും സിനിമയും മാത്രമല്ല, സംഗീതവും ഈ ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലയാളികളുടെ സ്വന്തം ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ഫോർട്ട് കൊച്ചിയിലുള്ള വീടിന് മുന്നിലാണ്. സംഗീത പ്രേമികൾക്ക് ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്.
പരേഡ് ഗ്രൗണ്ടിന് സമീപം ഫോർട്ട് കൊച്ചിയിലെ പ്രശസ്തമായ പരേഡ് ഗ്രൗണ്ടിന് തൊട്ടടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസ് ഡച്ച് ശൈലിയിൽ ഇഴചേർന്ന ഫോർട്ട് കൊച്ചിയിലെ മറ്റ് കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു ശൈലിയാണ് ഈ വീട് പണിതിരിക്കുന്നത്. യേശുദാസും ഫോർട്ട് കൊച്ചിയും യേശുദാസിന്റെ കുട്ടിക്കാലവും വളർച്ചയും ഈ കൊച്ചിയുടെ മണ്ണിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീടിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. അദ്ദേഹം കൊച്ചിയിലെത്തുമ്പോഴൊക്കെയും ഇവിടെ താമസിക്കാറുണ്ടായിരുന്നു. ആ ജനാലക്കരികിൽ നിന്ന് അദ്ദേഹം പാടുന്നത് കേൾക്കാൻ കാത്തുനിന്ന ആരാധകരുടെ കഥകൾ ഇവിടുത്തെ പഴയ തലമുറകൾക്ക് പറയാനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ, യേശുദാസ് ഇപ്പോൾ വിദേശത്താണെങ്കിലും ഈ വീട് ഇന്നും കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ വഴി കടന്നു പോകുന്ന സഞ്ചാരികൾ ഒരു നിമിഷം നിന്ന് ഈ വീടിന്റെ ഫോട്ടോ എടുക്കാതെ പോകാറില്ല. കൊച്ചിയുടെ സംഗീതം പാരമ്പര്യത്തിന്റെ ഒരു വലിയ അടയാളമാണിത്. ഈ വീടിന്റെ മുമ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശുദാസ് താമസിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു മാവ് ആ വീടിന്റെ മുമ്പിലുണ്ടായിരുന്നു. ആ മാവ് ഇപ്പോഴും അവിടെ ഒരു മുതുമുത്തച്ഛനായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതും നമുക്ക് വളരെയധികം ആശ്ചര്യം പകരുന്ന ഒരു കാര്യമാണ്. അറബിക്കടലിന്റെ തിരമാലകൾ താളം പിടിക്കുന്ന ചരിത്രമുറങ്ങുന്ന സുന്ദര ഭൂമിയാണ് ഫോർട്ട് കൊച്ചി. പഴയ പോർച്ചുഗീസ് മാളികകളും ഡച്ച് ശൈലിയിലുള്ള വീഥികളും ആകാശത്തേക്ക് കൈനീട്ടി നിൽക്കുന്ന ചീനവലകളും ഇവിടെ ഒരു മാന്ത്രിക ലോകം തീർക്കുന്നു. കാലം കരുതി വച്ച കൽപ്പനകളും കലയും സംഗമിക്കുന്ന ഈ കൊച്ചു തീരം ഓരോ സഞ്ചാരിക്കും നൽകുന്നത് മറക്കാനാവാത്ത ഒരു അനുഭൂതിയാണ്.